നമസ്കാരം. പാർട്ടികളുടെ ജന്തർ മന്ദറിലെ ആ സമരം രാജ്യവ്യാപകമായി വ്യാപിച്ച അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലൈവിൽ വന്ന് സംസാരിക്കുകയും കേന്ദ്ര സർക്കാരിന് പാർട്ടികളുടെ മുന്നിൽ അടിയറവ് പറയുകയും ചെയ്തതിന്റെ കാരണം അറിയാം. ഇവിടെ നമ്മുടെ കേരളത്തിലടക്കം നോക്കൂ, കേരളത്തിൽ സഖാ പിണറായി വിജയൻ, വി.എസ്. അച്യുതാനന്ദൻ, ഇപ്പോ ഡൽഹിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി, യോഗിയിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ്, ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണ് ഉന്നത സ്ഥാനങ്ങളിൽ നേതൃത്വത്തിലിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അവിടെയൊക്കെ ഇരുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ മാത്രമാണ് ഒരു കേരളത്തിലൊരു അല്പം അപവാദം. അതുപോലെ തമിഴ്നാട് നോക്കൂ, തമിഴ്നാട്ടിൽ മിക്കവാറും മന്ത്രിമാരെല്ലാം യുവാക്കളാണ്. ഇവിടെ ഈ യുവാക്കളും വയസ്സന്മാരും തമ്മിലൊരു അന്തരമുണ്ട്. ഈ നേരത്തെ ഉള്ള ജൻസിയെ നമുക്ക് മാറ്റി നിർത്താം. ജൻസി പിള്ളേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നേരം വെളുക്കാത്തവരാണ്. നേരം വെളുത്തു നിന്ന് അടിക്കുന്നവരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും ആരായാലും അവർക്കെല്ലാം അറിയാവുന്നുള്ളൊരു ഭാവമാണ്. സത്യത്തിൽ അവർക്കൊരു ചുക്കും അറിയില്ല. ഞാൻ പറയുന്നത് ഈ ആധുനിക ലോകത്തെ സംഭവ വികാസങ്ങളെ, ടെക്നോളജികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭരിക്കാൻ അറിയില്ല എന്നല്ല. ഭരിക്കാൻ അവർ 1974ലെയും 84ലെയും രീതികൾ ഇപ്പോഴിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേർ ഇതൊക്കെ കഴിഞ്ഞ് എത്രയോ മേലെ പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ജൻസി കൂട്ടത്തിന്റെ മുന്നിൽ നരേന്ദ്രമോദിക്ക് തോക്കേണ്ടി വന്നത്, തോറ്റ് തുന്നമ്പാടേണ്ടി വന്നു. 3 ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചത്. നോക്കൂ, ആരായിരുന്നു ഇത് കോക്രോച്ച് ജനതാ പാർട്ടി? ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിന് പിന്തുണ കൊടുത്ത് ചെന്നു എന്ന് വെച്ചാൽ ശരിയാ. അത് ഗതികേട് കൊണ്ടാണ് ചെന്നത്, ഗതി മുട്ടിട്ട് ചെന്നാണ്. കാര്യം ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന അപൂർവമായിട്ടുള്ള ഒരു പിന്തുണ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പണിയാകും. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, കോക്രോച്ചിനെ പാർട്ടികളെ പിന്തുണച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ് ഈ പറയുന്ന ബാക്കി കോൺഗ്രസ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും ആരായാലും. അത് നന്നായി, ഇറങ്ങിയത് നന്നായി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്, മോശം എന്നല്ല പറയുന്നത്. ഇറങ്ങേണ്ടി വന്നു, അഥവാ അവരെ ഇറക്കേണ്ടി വന്നു ഈ ജൻസികൾ. നമുക്ക് രാജ്യത്തെ ജനങ്ങളുടെ പകുതിയോളം വരുന്ന ഈ പിള്ളേര് ബുദ്ധിയുള്ളവരാണ്. അവർക്കാണ് ബുദ്ധിയുള്ളത്. ഈ ഭരണാധികാരികൾ വിചാരിച്ചിരിക്കുന്ന അവർക്കാണ് ബുദ്ധി എന്നാണ്. എന്താ നമ്മുടെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഓരോ സംഗതികൾ നടപ്പിലാക്കും. എന്നിട്ട് അത് നിയമം കൊണ്ട്, അവരുടെ അധികാരം കൊണ്ട്, അധികാര സ്ഥാനത്തിരിക്കുന്നവരെ കൊണ്ട് ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് അങ്ങോട്ട് ഭരിക്കും. അതായത് നിർബന്ധിതമായിട്ട്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ E20 പെട്രോൾ. അറിയാമല്ലോ, E20 പെട്രോൾ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല, ശരി തന്നെയാണത്. പക്ഷെ ആ E20 പെട്രോളിൽ ഒരു തുള്ളി വെള്ളം വീണുപോയി കഴിഞ്ഞാൽ, വാഹനങ്ങൾ, ബൈക്കിലൊക്കെ അത് വീഴും. ടാങ്ക് തുറക്കുമ്പോൾ എങ്ങനെയായാലും ഒരു തുള്ളി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ ഒരു തുള്ളി വെള്ളം അതിലോ ഇനി അതല്ലെങ്കിൽ കാറുകളിലോ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉള്ളിൽ ഒരു തുള്ളി വീണാൽ മതി, അതോടുകൂടി ആ പെട്രോളിന്റെ സ്വഭാവം മാറും. പെട്രോൾ അല്ലതായി തീരുക. ആകെ വിഘടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയത്തും വണ്ടി കേടുവരും. ഇപ്പോൾ ബൈക്കാണ്, കാർബറേറ്റർ, അതിന് വല്ലാത്ത അവസ്ഥ. അതായത് 100% വാഹനം കേടുവരികയും സ്പെയർ പാർട്സ് കേടുവരികയും ചെയ്യും. അപ്പോൾ വാഹന നിർമ്മാതാക്കളെയും അതുപോലെ സ്പെയർ പാർട്സിന്റെ നിർമ്മാതാക്കളെയും അതേപോലെ സ്വന്തം ബാക്കിയുള്ളവരെയും പണക്കാരാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കോടീശ്വരന്മാരാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുത്ത് കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ കശാപ്പ് ചെയ്യുന്ന ഒരു സർക്കാരായിട്ടാണ്, അല്ലെങ്കിൽ സർക്കാർ നടപടിയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതെന്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്? ഇവിടെ കുറെ വയസ്സമ്പടെ ഇറക്കി വെക്കുന്നു. ഈ ചെറുപ്പക്കാർ മുഴുവൻ അവർക്ക് സിന്ദാബാദ് പറഞ്ഞുകൊണ്ട് നിൽക്കും. അവിടെയാണ് ഈ ജൻസി മാറിക്കളിക്കുന്നത്. ജൻസി വിദ്യാഭ്യാസമുള്ളവരാണ്. അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. നോക്കൂ, നരേന്ദ്രമോദി സർക്കാരിന്റെ പേടി എന്താണ്? സോഷ്യൽ മീഡിയ പേടിയാണ്. സോഷ്യൽ മീഡിയ ഇത്രയധികം ഭയക്കുന്ന വേറൊരു സർക്കാരിനെ ഇന്ത്യ കണ്ടിട്ടില്ല. ഇപ്പോ നേരത്തെ നോക്കൂ, നീറ്റ് പരീക്ഷയുടെ സമയത്ത് ടെലഗ്രാം നിരോധിച്ചു. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല നിരോധിച്ചിട്ട്. വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ ജന്തർ മന്ദറിലെ ഒരു സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. എന്നിട്ട് ജൻസി പിള്ളേരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയില്ലേ? എല്ലാം ചെയ്തു. അതായത് ഇവർ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ഇപ്പം എന്തേ പുതിയ വർത്തമാനം എന്ന് പറഞ്ഞാൽ, ഈ ജന്തർ മന്ദറിൽ മധ്യസ്ഥ പ്രവർത്തനം കഴിഞ്ഞല്ലോ. ഈ ജൻസികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 3 ആവശ്യങ്ങളും, പ്രധാനമായിട്ട് മന്ത്രിയുടെ രാജി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നു. പിന്നെ അവരുടെ പേരിലുള്ള നടപടികൾ, ഈ സമരക്കാർക്കെതിരെയുള്ള നിയമ നടപടികളോ പ്രതികാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല കാണുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ച്
അവരെ ആക്രമിക്കുക, അവർക്കെതിരെ കേസെടുക്കുക, മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, പണിയാവുമെന്ന് ഇപ്പോൾ ജൻസി പിള്ളേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ കപിൽ സിബൽ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും ബന്ധപ്പെട്ടു അവരോട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞങ്ങളെ ഇറക്കരുത്, ഞങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കണം, ഞങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണം, നമ്മുടെ രാജ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഇറങ്ങും, ഇപ്പൊ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പോയത്, ഇനി ഞങ്ങൾ വീണ്ടും ഇറക്കി കഴിഞ്ഞാൽ പണിയാകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടിപ്പോ അടുത്തൊരു പരിപാടി എന്താണെന്നറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ ഈ പിള്ളേര് നല്ലവണ്ണം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ ഈ ഭരണകൂടത്തിനെതിരെ, ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ അല്ല, നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ഒക്കെ പലതരത്തിലുള്ള പോസ്റ്റുകൾ, ഒരുപാട് ഭരണകൂട ഭീകരതയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വലിയ അപകടം അവർക്ക്, അതൊക്കെ ഒന്നായിട്ട് നീക്കണം. ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും ബുദ്ധിയും ചിന്താശേഷിയും ഒന്നും നമ്മുടെ ഈ ഭരണകൂടം വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അതിലൊക്കെ എത്രയോ അപ്പുറമാണ്. അതിന് അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ജൻസിക്കെതിരെയുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതൊക്കെ അടിച്ചമർത്താനും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇവരിട്ട പോസ്റ്റുകൾ ആദ്യം നീക്കം ചെയ്യാൻ വേണ്ടി ആ ട്വിറ്റർ ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇവരെല്ലാം നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ സമീപിച്ചിരിക്കുന്നത് ക്ഷീണമാവുമെന്ന് കരുതി. എന്നാൽ ഈ പിള്ളേര് അതിനെ വളരെ സമർത്ഥമായിട്ടാണ് നേരിടുന്നത്. എങ്ങനെയാ ഈ വീഡിയോകളൊക്കെ കണ്ടെത്തുന്നത്? മെറ്റ ആയാലും അതുപോലെ മറ്റുള്ളവരെല്ലാം ഇതൊക്കെ കണ്ടെത്തുന്നത് ഹാഷ്ടാഗുകൾ നോക്കിയിട്ടാണ്. ഇതിപ്പോ നരേന്ദ്രമോദിയെ പൊക്കി പറയുന്ന പോസ്റ്റാണോ, അമിത്ഷായെ പൊക്കി പറയുന്ന ആ പോസ്റ്റാണോ, ധർമ്മപ്രധാനെ പൊക്കി പറയുന്ന പോസ്റ്റാണോ എന്നൊന്നും ഈ മെറ്റയ്ക്ക് അറിയില്ലല്ലോ. അവരതിനെ തപ്പുന്നത് ഹാഷ്ടാഗുകൾ അതുപോലെ മറ്റ് ടാഗുകളൊക്കെ നോക്കിയിട്ടാണ്. ഈ ജൻസി പിള്ളേര് ഇട്ടിട്ടുള്ള പോസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടി സർക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ജൻസി ഒരുപടി കൂടി മുന്നോട്ട് കടന്നിട്ട് അവർ ചെയ്തിട്ടുള്ളത്, നേരത്തെ പ്രധാനമന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാരും ഈ സർക്കാരും ഒക്കെ, BJP സർക്കാരും ഒക്കെ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട്, പല പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ ഹാഷ്ടാഗുകളും ഉണ്ട്. അതിലുപയോഗിച്ച അതേ ഹാഷ്ടാഗുകളാണ് ഇവരെടുത്ത് ഉപയോഗിച്ചത്, അതേ ഹാഷ്ടാഗുകൾ തന്നെയാണ് ഇവരെടുത്ത് ഉപയോഗിച്ചത്. അതായത് ഈ പാർട്ടികളുടെ ഒരു 10 പോസ്റ്റ് ഇത്തരത്തിൽ മെറ്റ റിമൂവ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി അടക്കം ഇട്ടിട്ടുള്ള 100 പോസ്റ്റുകൾ കൂടി മറുഭാഗത്ത് ഡിലീറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം. കാരണം അവരിട്ടതാണല്ലോ കൂടുതൽ, പാർട്ടികൾ മെനഞ്ഞാന്നാണല്ലോ വന്നത്. അതിനുമുമ്പ് കഴിഞ്ഞ 12 വർഷമായിട്ട് പ്രധാനമന്ത്രിയും ടീം ഇട്ടിട്ടുള്ള മുഴുവൻ പോസ്റ്റുകളും എല്ലാം ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ, ട്വിറ്ററിൽ ഇതെല്ലാം ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന പോസ്റ്റുകളിൽ ഭരണകൂടത്തിന് വലിയ ഒരു തിരിച്ചടിയായിട്ട്, ഒരു വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ, ജൻസിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്തേ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നതാണ് അവിടുത്തെ വിഷയം. ഇപ്പൊ തമിഴ്നാട്ടിലെ വിജയുടെ കീഴിലുള്ള കുറെ മന്ത്രിമാർ ചെറുപ്പക്കാരാണ്, 30-35 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അവർ കൃത്യമായി അവരുടെ ഭരണനിർവഹണം നടക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട്. ഇത് പണ്ട് ജാമ്പവന്റെ കാലത്തുള്ളവർ മോശമെന്നല്ല പറയുന്നത്, കളിയാക്കാൻ പറഞ്ഞൊന്നുമല്ല. പക്ഷെ 1975 വർഷനും 1970 വർഷനും ഒക്കെ ഇവിടെ 2026 എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക, അത് പോരാ. യുവാക്കളാണ് ഈ രംഗത്തേക്ക് വരേണ്ടത്. കാരണം അവർക്ക് ദൂരക്കാഴ്ച ഉണ്ടാവുള്ളൂ. ഈ പഴയ ആൾക്കാരായതുകൊണ്ടാണ് ഇപ്പോഴും അവർ ഈ രാഷ്ട്രീയം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്, വർഗീയത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ പറ്റുമെന്ന് കരുതുന്നത്. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് മാത്രമേ ഇക്കാലത്ത്, കേട്ടോ, മറ്റ് കാലഘട്ടങ്ങളിൽ വേറെ പലരും ആകാം. ഒരു കാലത്ത് കണ്ടില്ലേ, ലോകത്തിന്റെ നോട്ടം ഒരു കാലത്ത് ജൂതന്മാരുടെ മേലായിരുന്നു, അവരെ വെക്കിട്ടായിരുന്നു അന്ന് കയറിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ അത് മുസ്ലിങ്ങളുടെ മേലെന്നേ ഉള്ളൂ. അത് നാളെ ഇനി മറ്റൊരു കാലഘട്ടം വരുമ്പോൾ ഹിന്ദുവിന്റെയോ അല്ലെങ്കിൽ ജൈനന്റെയോ പാഴ്സിയുടെയോ ക്രിസ്ത്യാനിയോ ആരെങ്കിലും മണ്ടയിലായിരിക്കും. അത് ഓരോ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള വർഗീയ വിഷങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് കിട്ടൂ എന്ന് നമ്മുടെ ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിലുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും മണ്ടന്മാരും പൊട്ടന്മാരുമാണ് എന്ന് കരുതേണ്ടി വരും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇവിടെ ചെറുപ്പക്കാർ 2026 ജീവിക്കുന്നത്. ചൈനയൊക്കെ 2050 എത്തിയെന്ന് അവർക്കറിയാം. ഇന്ത്യ അതുകൊണ്ട് 2050 എത്തിയില്ല എന്നുണ്ടെങ്കിലും 2026 എത്തണമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ കരുതുന്നു.
അതിനുവേണ്ടിയുള്ള കരുക്കൾ അവർ നീക്കുമ്പോൾ അവരെ പഴയ ജാമ്പവന്റെ കാലത്തേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വരും. ഇതാണ് എൻ്റെ അവസ്ഥ. അതാണ് അവരുടെ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പ്രതിഷേധമാണ് ഈ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ സ്വന്തം പോസ്റ്റുകൾ കൂടി ഡിലീറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഇവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇവർ ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഗുണങ്ങൾ എന്നൊക്കെ പൊക്കി പറഞ്ഞിരുന്ന പല പോസ്റ്റുകളും പല വീഡിയോകളും ഇപ്പൊ കാണാനില്ല. അതൊക്കെ ഈ ഹാഷ്ടാഗ് വെച്ച് നീക്കം ചെയ്തതിലൊക്കെ ഈ സർക്കാരിന്റെ പോസ്റ്റുകളും പോയി. പിന്നെ പോലീസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാം. അത് കൃത്യമായി എന്തൊക്കെയാണ് എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് പുതിയ തലമുറ അവരുടെ സോഷ്യൽ മീഡിയ പ്രതിരോധം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്, സർക്കാരിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. ഒരു ഭാഗത്ത് വളരെ സമാധാനപരമായിട്ട് സമരം അവസാനിച്ചു. വിദ്യാർത്ഥികളോട് എന്നിട്ടും പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു നയം പോലീസും സർക്കാരും വീണ്ടും തുടരുകയും ചെയ്തു. ബീഹാറിൽ, ഡൽഹിയിലൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികളെയാണ് കസ്റ്റഡിയിലെടുത്തതും കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർപ്പാക്കുകയും സമരം പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടും അറസ്റ്റിലായവരെ വിട്ടയക്കാതെ കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അധികാരികൾ ചെയ്യുന്നത് അവരുടെ ഒരു സേഫ് സോൺ ഒരുക്കുകയാണ്. സത്യത്തിൽ അത് അവരുടെ മരണ സോണാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഈ അധികാരികളെ മുഴുവൻ ചവറ് പോലെ വലിച്ചെറിയുന്ന ജൻസി പിള്ളേരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഒരൊറ്റ ചോദ്യം, അഭിജിത് ദീപ്കെ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഈ പാറ്റകളെല്ലാം കൂടി ഒരുമിച്ചൊന്ന് പറന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരൊറ്റ ചോദ്യത്തിൽ നിന്ന് 10-12 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ കക്ഷികളും എങ്ങനെയൊക്കെ മുട്ട് പറപ്പിച്ച് നോക്കിയിട്ടും ഒന്നും നടക്കാത്തത് ഈ പാറ്റക്കൂട്ടങ്ങൾ ജസ്റ്റ് കുറച്ച് ദിവസം കൊണ്ട് പൂർണ്ണമായും അടിയോറോ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാരിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയതൊന്നും അല്ല വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവരെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിടാൻ ഇവർക്ക് സാധിക്കും. അത് ഈ സർക്കാർ മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാർ അത്ര മോശം സർക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവർക്ക് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ കഴിവും പ്രാപ്തിയുള്ള സർക്കാർ തന്നെയാണ്. പക്ഷെ മറുഭാഗത്ത് ഇമാതിരിയുള്ള തോന്നിയാസങ്ങളും കൂടി കാണിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ജൻസി പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. ഇപ്പോ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബന്ധപ്പെട്ട BJP ഭരിക്കുന്ന അതല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകൾ അവരുടെ പോലീസൊക്കെ വിചാരിക്കുന്നത് ഇതെല്ലാം ഇപ്പൊ തണുക്കട്ടെ, ഒന്നുകൂടിയൊക്കെ തണുത്തതിന് ശേഷം നമുക്ക് ഓരോരുത്തരെയും പകരം വീട്ടാമെന്നാണ്. അതുകൊണ്ട് ഈ ഓരോന്ന് പറഞ്ഞ് സമരം നിർത്തിയ ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് സത്യത്തിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കപിൽ സിബലിനെ പോലെയുള്ള വലിയ അഭിഭാഷകരും CJP പോലുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇടപെടുകയും സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വൈരാഗ്യം അവസാനിപ്പിച്ചിട്ട് കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികളെ വിട്ടയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള പാറ്റ വിപ്ലവമായിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്. അതിശക്തമായ പാറ്റ വിപ്ലവമായിട്ട് വീണ്ടും തെരുവിലിറങ്ങുമെന്നാണ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങൾ ജനാധിപത്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നും സാധാരണ കാണിക്കുന്ന അടിച്ചമർത്തൽ രീതി ഞങ്ങളെ മണ്ടയിൽ എടുക്കരുത് എന്നുമാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നോക്കൂ, കഴിഞ്ഞ ആ സമരകാലത്ത് നമുക്കറിയാം പെൺകുട്ടികളൊക്കെ അപമാനിച്ചു. അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് പല പോലീസുകാരും അവരെ കൈകാര്യം ചെയ്തത്. അത്ര അപമാനിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ മർദ്ദിച്ച ഈ ചെറുപ്പക്കാരടക്കം മർദ്ദിച്ച ലാത്തികളുടെ തലയിൽ ആണി തറച്ചു വെച്ചിരുന്നത് കണ്ടിരുന്നു. എത്ര പേർക്കാണ് ആ ആണി കൊണ്ട് അടിയേറ്റത് എന്ന് ചിന്തിക്കും. ആ വിധത്തിൽ അവരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതാണ് കാണുന്നത്. അതായത് വിദ്യാർത്ഥികളാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന് സുരക്ഷിതത്വം വേണം, അവരുടെ റിസൾട്ടിന് സുരക്ഷിതത്വം വേണം എന്ന് പറഞ്ഞതിനാണ് അവരെ തല്ലിച്ചതച്ച് അടിച്ച് ഉറക്കെട്ടിയത്. ആ നിലയിൽ അവരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവർ ഒന്നായി പറന്നിറങ്ങിയപ്പോൾ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ആ സമയത്ത് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണം, ജനാധിപത്യ അവകാശങ്ങളെ തകർക്കാൻ നോക്കരുത് എന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഇപ്പൊ പാറ്റക്കൂട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അധികകാലം ഈ സർക്കാരിന് ഓടാൻ കഴിയില്ല. ഒരു തരക്കേടില്ലാത്ത ലെവലിൽ വരികയായിരുന്നു. ഈ വയസ്സമ്പടയെ മുഴുവൻ പിടിച്ചിറക്കിയിട്ട് പാറ്റക്കൂട്ടം ഡൽഹി കൈയടക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് തോന്നുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പാറ്റകൾക്കൊപ്പം വളരാൻ ഈ പറയുന്ന അല്ലെങ്കിൽ പാറ്റകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടികളെ കൂട്ടിക്കൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ പോരാട്ട നാടകമൊക്കെ എടുത്ത് ഒഴിവാക്കി ആ സിസ്റ്റമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പുതിയ ഫോർമാറ്റ്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന വർഗീയത എല്ലാം കൊണ്ട് മാറിയിട്ട് ഇതെല്ലാം മാറിയിട്ട് ഒരു പുതിയ സ്റ്റൈലിന് രാഷ്ട്ര പുനരുദ്ധാരണമോ അല്ലെങ്കിൽ രാഷ്ട്ര ഉദ്ധാരണമോ എന്ന നിലയിൽ, ഒരു രാഷ്ട്ര നിർമ്മാണം എന്ന നിലയിൽ
പോകുന്ന ഒരു സാഹചര്യത്തിൽ ജൻസി പിള്ളേരെ കൊണ്ടോ അല്ലെങ്കിൽ ജൻസി പിള്ളേരെ ചേർത്ത് വിളിച്ചുകൊണ്ടോ ഈ സർക്കാർ പോകണം. ഒരു മാറ്റമാണ്, മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ജൻസി പിള്ളേർക്ക് വിളിച്ചു പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.